ഇന്നത്തെ വിജയികൾ അറിയണം, ഒപ്പം ഇന്നത്തെ മെഗാ വിജയിയെയും അറിയണം. അമൃത TV നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന സമ്മാന പദ്ധതിയിൽ ഇന്നത്തെ വിജയികളെ അറിയാം. പ്രേക്ഷകർക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മണിക്കൂറുകളുടെ ഇടവേളകളിലുള്ള ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുന്ന ആളുകൾക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത് സ്വയംവര സിൽക്സും വണ്ടർലായും ചേർന്നാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയവരിലെ 11 വിജയികളാണ് ഇന്നുള്ളത്. ആദ്യ വിജയിയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. പ്രേക്ഷകർക്കൊക്കെ അറിയുന്നത് പോലെ ആവേശക്കാഴ്ചകളുടെ കേളികൊട്ടാണ് അമൃത TV ഓണക്കാലത്ത് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യ മണിക്കൂറിലെ ആ വിജയി അതാണ് PK പ്രീത. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള PK പ്രീതയാണ് ആദ്യ മണിക്കൂറിലെ വിജയി. അഭിനന്ദനങ്ങൾ പ്രീത. ഏതായാലും ഇനിയും ഇങ്ങനെ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് വീണ്ടും നമുക്കിനി ദിവസമുണ്ട്, ചതയം വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുക. മെഗാ സമ്മാനത്തിലേക്കൊക്കെ എത്താനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രേക്ഷകർക്കൊക്കെ അറിയാം, സ്ക്രീനിലെ QR കോഡ് സ്കാൻ ചെയ്ത് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകുകയാണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ സമ്മാനത്തിനായി കാത്തിരിക്കണം. ഇനി നമ്മൾ, എനിക്ക് തോന്നുന്നു, രണ്ടാമത്തെ ആ വിജയിലേക്ക് ഈ സമയത്ത് പോകാം. തീർച്ചയായും രണ്ടാമത്തെ വിജയി തിരുവനന്തപുരം സ്വദേശിയായ പ്രകാശം. അഭിനന്ദനങ്ങൾ പ്രകാശം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആൾക്കാണ് ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അമൃത TVയുടെ എല്ലാ പരിപാടികളും ഒപ്പം വാർത്തകളും ഒക്കെ പ്രേക്ഷകർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. ഒപ്പം എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തരിക. ആ സമ്മാനത്തിനുള്ള അവസരവും കൂടിയാണ് ഈ ഓണക്കാലം ഒരുക്കുന്നത്. മൂന്നാമത്തെ വിജയിലേക്ക് പോകാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. മൂന്നാമത്തെ വിജയിയിലേക്ക് നമ്മളിതാ എത്തുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കുമാരി. മൂന്നാമത്തെ ആ വിജയി തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കുമാരി. അഭിനന്ദനങ്ങൾ കുമാരി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിപാടികൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക. ഒപ്പം സമ്മാനങ്ങളും നിങ്ങൾ നേടുക. പ്രിയ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ 2005 അമൃത TV ആരംഭിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ 20 വർഷം പ്രേക്ഷകരുടെ പിന്തുണയോടെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത വിജയിയെ അറിയാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ജൂബി തോമസ്. അഭിനന്ദനങ്ങൾ ജൂബി. സമ്മാനങ്ങൾ നേടുകയാണ് നിരവധി പേർ. ഇന്ന് 11 വിജയികളാണുള്ളത്. ഇപ്പോൾ 4 പേരുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെഗാ സമ്മാനത്തിന് വേണ്ടിയുള്ള ഒരു ആ കാത്തിരിപ്പിൻ്റെ സമയം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ എല്ലാ പരിപാടികളും എടുക്കാറുണ്ട്. ഒപ്പം വാർത്തകളുമൊക്കെ സത്യസന്ധമായി നൽകാറുണ്ട്. ഇത് 5ാമത്തെ വിജയിയിലേക്ക് എത്തുകയാണ്. 5ാമത്തെ വിജയിയുടെ പേര് ഇതാ നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു കഴിഞ്ഞു. രഞ്ജിത്ത്. അദ്ദേഹം ഏത് ജില്ലയിൽ നിന്നുള്ള ആളാണെന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രഞ്ജിത്ത്, അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നുള്ളതാണെന്നൊക്കെ പറയാം. രഞ്ജിത്താണ് ആ സമ്മാനം നേടിയിരിക്കുന്നത്. സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ അവർക്ക് കരുത്തും പ്രചോദനവുമായി എന്നും മുന്നോട്ട് പോയിട്ടുണ്ട്. അമൃത TV 20 വർഷം പൂർത്തിയാക്കി 21ാം വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 6ാമത്തെ വിജയിയിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 6ാമത്തെ മണിക്കൂറിലെ ആ വിജയി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഹേമന്ത്. അഭിനന്ദനങ്ങൾ ഹേമന്ത്. ഏതായാലും അമൃത TV തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക. ഒപ്പം സമ്മാനങ്ങൾക്കായി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുക. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആനീസ് കിച്ചൺ, സൂപ്പർ സ്റ്റാർ അടക്കമുള്ള പരിപാടികൾ, കോമഡി മാസ്റ്റേഴ്സ് അടക്കമുള്ള റിയാലിറ്റി ഷോ ഒക്കെ ഉണ്ട്. പിന്നെ പ്രേക്ഷകരുടെ ഒരു സന്ധ്യാദീപം പോലുള്ള ഏറ്റവും കാലങ്ങളായി നമ്മൾ തുടർന്നു പോകുന്ന പരിപാടി ഒക്കെ ഉണ്ട്. പ്രേക്ഷകരെ ഇങ്ങനെ അമൃത TVയിൽ പിടിച്ചിരുത്താൻ. ഇനി 7ാമത്തെ വിജയിയിലേക്ക് പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും 7ാമത്തെ വിജയിയുടെ പേരും ആ സ്ക്രീനിൽ തെളിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രീജ. എനിക്ക് തോന്നുന്നു ഈ മണിക്കൂറുകളുടെ സമ്മാനങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള 2ാമത്തെ ആളാണ് ഈ സമ്മാനം നേടുന്നത്. ഇനിയും വിജയികൾ ഉണ്ട്. 11 വിജയികളെയാണ് ഇന്നത്തെ ദിവസം ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത വിജയിയിലേക്ക്, എനിക്ക് 8ാമത്തെ വിജയിയിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്ക്രീനിൽ ആ 8ാമത്തെ വിജയിയുടെ പേരത എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നുള്ള തന്നെ സജിത. അപ്പോൾ ഇന്നത്തെ ഈ മണിക്കൂറുകളുടെ വിജയികളിൽ 3ാമത്തെ ആളാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 3ാമത്തെ ഒരു വിജയി കൂടി ഉണ്ടായിരിക്കുന്നു, സജിത. സമ്മാനങ്ങൾ നേടാൻ പ്രിയ പ്രേക്ഷകർ QR കോഡ് സ്കാൻ ചെയ്യുക. ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ഇന്നത്തെ മെഗാ വിജയിയാകാനുള്ള അവസരം ഇപ്പോൾ ഇത്രയും നേരം മത്സരിച്ചവർക്കുണ്ടാകും. ഇനിയും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ, ചതയം വരെയുള്ള ദിവസങ്ങളിൽ അവസരമുണ്ട്. 9ാമത്തെ വിജയിയിലേക്ക് നമ്മൾ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 9ാമത്തെ മണിക്കൂറിലെ ആ വിജയി ആരാണ്? കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മാളവിക. അഭിനന്ദനങ്ങൾ മാളവിക. ഏതായാലും സമ്മാനം നേടിയിരിക്കുന്നു. ഏതൊക്കെ പരിപാടികളാണ് ഇവരൊക്കെ കാണുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഇവരുടെ ഇഷ്ട പരിപാടികളെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിപാടികൾ തന്നെയാണ് അമൃത TV ഈ കഴിഞ്ഞ 20 വർഷക്കാലവും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ തുടങ്ങും. 10ാമത്തെ
മണിക്കൂറിലെ വിജയിയുടെ പേര് നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള PM ഫസൽ. അഭിനന്ദനങ്ങൾ ഫസൽ. ഏതായാലും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുക. സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഉള്ളത്. ചതയം വരെ നിങ്ങൾക്ക് അവസരമുണ്ട്. മെഗാ സമ്മാനത്തിനും നിങ്ങൾക്ക് അവസരമുണ്ട്. 11ാമത്തെ മണിക്കൂറിലെ വിജയി നമ്മുടെ സ്ക്രീനിൽ ഇതാ 11ാമത്തെ മണിക്കൂറിലെ ആ വിജയിയും തെളിഞ്ഞു കഴിഞ്ഞു. CD സജീവ്, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള CD സജീവാണ് ആ 11ാമത്തെ മണിക്കൂറിലെയും വിജയി. അപ്പോൾ ഇന്നത്തെ ഈ മണിക്കൂറുകൾ, എല്ലാ മണിക്കൂറുകളിലെയും വിജയികളെ നമ്മൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. മണിക്കൂറുകൾ തോറുമുള്ള വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്വയംവര സിൽക്സും വണ്ടർലായും ചേർന്നാണ്. ഈ 11 പേർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം നിങ്ങളിൽ ഒരാളാണോ ഇനി ആ മെഗാ വിജയി എന്നുകൂടി അറിയേണ്ടതുണ്ട്. പ്രിയ പ്രേക്ഷകർ, തീർച്ചയായും കാത്തിരിക്കുക. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതി മെഗാ വിജയിയെ അറിയാൻ. അമൃത TV പ്രേക്ഷകർക്കായി നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അത്തം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ അമൃത TV കാണുന്ന ഓരോ മണിക്കൂറിലും QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് ശരിയുത്തരം അയക്കാവുന്നതാണ്. ഓരോ ദിവസവും കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. കൂടാതെ ഓരോ മണിക്കൂറിലും മറ്റ് നിരവധി സമ്മാനങ്ങളും. അമൃത TV പ്രേക്ഷകർക്ക് 12 ലക്ഷം രൂപ നേടാനുള്ള വമ്പൻ അവസരവും. ഈ ഓണത്തിന് നമ്മൾ അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. നമ്മുടെ ആ പരിപാടിയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മെഗാ വിജയി ആര് എന്നുള്ള പ്രഖ്യാപനമാണ് അടുത്തത്. ഏറ്റവും കൂടുതൽ ശരിയുത്തരം അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുത്ത മെഗാ വിജയി ആര് എന്നുള്ളതാണ് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മെഗാ വിജയിയുടെ പേരിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ 11 പേർ ഇന്നത്തെ ആ മത്സരങ്ങളിൽ മണിക്കൂറുകളിലെ വിജയികളായി നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണോ ആ മെഗാ വിജയി? പ്രേക്ഷകർ ആകാംക്ഷയുണ്ട്. നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടോ പ്രേക്ഷകരെ? അതാ എത്തിക്കഴിഞ്ഞു മെഗാ വിജയി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സജിത. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ആ 11 പേരിൽ ഒരാളാകുമോ എന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ 11 പേരിൽ ഒരാളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സജിത. മനസ്സിലാക്കുന്ന അനുസരിച്ച് സജിത ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. ഹലോ സജിത, കേൾക്കാമോ? ഇത് സജിതയാണോ? സജിതയാണ്. അഭിനന്ദനങ്ങൾ. അമൃത TVയിൽ നിന്നാണ്. മെഗാ വിജയിയായിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ഈ ദിവസത്തെ മെഗാ വിജയിയായി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. സന്തോഷം തന്നെ. ഈ 1 ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടി. എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? അയ്യോ, എനിക്ക് എന്തെന്ന് പറയാൻ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓണമായിട്ട്. അതെ, ഓണമായിട്ട് തീർച്ചയായിട്ടും ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് വലിയ സമ്മാനങ്ങൾ തരാനുള്ള ഞങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. പ്രതീക്ഷിച്ചിരുന്നോ ഈ സമ്മാനം? ഇല്ല, പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്കൊന്നും പറയാനില്ല. തിരുവനന്തപുരത്ത് എവിടെയാണ് സജിതയുടെ വീട്? പെരുങ്കുഴി എന്ന സ്ഥലത്ത്. ചിറയൻകീഴാണ്. ഓ ശരി. അമൃത TVയുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കാണുന്ന ആളാണെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഏതൊക്കെ പരിപാടികളാണ്? ഞങ്ങൾ കൂടുതൽ കാണുന്ന ആനീസ് കിച്ചൺ ഉണ്ട്. പിന്നെ വാർത്തയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും ഇനി ഇങ്ങനെ എന്തൊക്കെയാണ് ഈ ഓണനാളിൽ ഒരു വലിയ സമ്മാനം? എന്താണ് ഈ പൈസ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? എനിക്കിപ്പോ മെയിൻ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം. അതാണ് എന്റെ സജിത വീട്ടമ്മയാണോ? വീട്ടമ്മയാണോ? അതെ, വീട്ടമ്മയാണ്. അപ്പൊ തീർച്ചയായിട്ടും വാഷിംഗ് മെഷീൻ വീട്ടിലൊരു അഭിവാജ്യ ഘടകമാണ്. ആവശ്യമുള്ള ഒരു വസ്തു തന്നെയാണ്. വീട്ടിൽ സജിതയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാണ്? ഞാന്, ഭർത്താവ്, 2 മക്കള്. മക്കള് വലിയ കുട്ടികളാണോ അതോ സ്കൂളിൽ പഠിക്കുന്നതാണോ? വലിയ കുട്ടികളായി. ഓക്കെ. ഏതായാലും അഭിനന്ദനങ്ങൾ. ഈ ഓണക്കാലത്ത് അമൃത TVയുടെ സമ്മാന പെരുമഴയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഒപ്പം മെഗാ സമ്മാനമായ 1 ലക്ഷം രൂപയും നേടിയിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒപ്പം ഞങ്ങളുടെ പരിപാടികൾ തുടർന്നും കാണുക. പ്രധാനപ്പെട്ട പരിപാടികൾ, റിയാലിറ്റി ഷോകളൊക്കെ കാണുക, വാർത്തയും ഒക്കെ കാണുക. വീണ്ടും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക. സജിതയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു അമൃത ടീം നാളെ എത്തുന്നുണ്ട് ഈ 1 ലക്ഷം രൂപയുമായി എന്നാണ് കരുതുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒപ്പം നാട്ടുകാരോടൊക്കെ പറയൂ, ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം പങ്കെടുത്തുകൊണ്ടേയിരിക്കുക. ചതയം വരെയാണ് സമയം. പ്രേക്ഷകരെല്ലാവരും മത്സരത്തിലേക്ക് പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുക.
ഒപ്പം ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുക, വാർത്തകൾ കാണുക, അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ഒക്കെ കാണുക. എന്നിട്ട് എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഇതുവരെ തന്നതുപോലെ തന്നെ തുടർന്നും ഉണ്ടാവുക. ഓണനാളുകളിൽ മുഴുവൻ സമ്മാന പെരുമഴ തുടരുകയാണ്. ഇന്ന് സമ്മാനം കിട്ടാത്തവർ തീർച്ചയായും നിരാശരാകേണ്ട കാര്യമില്ല. നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ അടുത്ത വിജയി ഒരുപക്ഷെ നിങ്ങളാകാനുള്ള സാധ്യതകൾ ഉണ്ട്. സൂചിപ്പിച്ച പോലെ തന്നെ വാർത്തകളും പരിപാടികളും മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുക. പ്രതീക്ഷയുടെ ഈ പൊന്നോണക്കാലത്ത് സമ്മാന നേട്ടത്തിൻ്റെ സന്തോഷം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഏതായാലും അമൃത TV നല്ലോണം കണ്ടോണം, ലക്ഷങ്ങൾ കൊണ്ടോണം. ഇന്നത്തെ എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ.